ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രീയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് PSCയിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിൻ പുറത്തുവിട്ടുള്ള, അതുപോലെ തന്നെ PSCയിൽ മുൻവർഷങ്ങളിൽ 2018 കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾക്കിത് വീഡിയോ പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ആമുഖം. ആമുഖമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത്. അടുത്തത്, ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ അംഗങ്ങൾ എത്ര പേരാണ്? 2018 ചോദിച്ചാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ അംഗങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി, 5. 5 പേരാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ വരുന്ന അംഗങ്ങൾ. അടുത്തത്, താഴെ പറയുന്നവരിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ അംഗമല്ലാത്തത് ആര്? താഴെ പറയുന്നവരിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ അംഗമല്ലാത്തത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് താഴെ പറയുന്നവരിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ അംഗമല്ലാത്തത്. അടുത്തത്, ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യ IT ആക്ട് നിലവിൽ വന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 2000. 2000-ലാണ് ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത്. അടുത്തത്, ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഈ താഴെ തന്നിട്ടുള്ളവയിൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം. അടുത്തത്, ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ്. ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ് എന്നുള്ളത്. അടുത്തത്, പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഷാ കമ്മീഷൻ. പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഷാ കമ്മീഷൻ. അടുത്തത്, ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, 75. ഭരണഘടനയുടെ 75-ാം അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അടുത്തത്, 1963 ഡിസംബർ 1 നിലവിൽ വന്ന സംസ്ഥാനം ഏത്? 1963 ഡിസംബർ 1 നിലവിൽ വന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി, നാഗാലാൻഡ്. നാഗാലാൻഡാണ് 1963 ഡിസംബർ 1 നിലവിൽ വന്ന സംസ്ഥാനം. അടുത്തത്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയതെന്ന്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത്. ആൻസർ ഓപ്ഷൻ എ, 2010. 2010-ലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത്. അടുത്തത്, നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഭോപ്പാൽ. ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ, യൂണിയൻ ലിസ്റ്റ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അടുത്തത്, ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏത്? ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം. ആൻസർ ഓപ്ഷൻ എ, 2011. 2011-ലാണ് ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത്. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര വർഷം? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 3 വർഷം. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി. അടുത്തത്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതി എന്ന്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതി.
ആൻസർ ഓപ്ഷൻ എ 2013 സെപ്റ്റംബർ 12. 2013 സെപ്റ്റംബർ 12-നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ടത്. അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നതാര്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത്. അടുത്തത് ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി എന്ന്. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി. ആൻസർ ഓപ്ഷൻ എ 1947 നവംബർ 4. 1947 നവംബർ 4-നാണ് ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. അടുത്തത് പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 48A. 48A അനുച്ഛേദമാണ് പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. അടുത്തത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി 26. 26 വകുപ്പുകളാണ് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലുള്ളത്. അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റ് പോസ്കോ നിയമം പാസ്സാക്കിയ വർഷം ഏത്? ഇന്ത്യൻ പാർലമെൻറ്റ് പോസ്കോ നിയമം പാസ്സാക്കിയ വർഷം. ആൻസർ ഓപ്ഷൻ എ 2012. 2012-ലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പോസ്കോ നിയമം പാസ്സാക്കിയത്. അടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? ആൻസർ ഓപ്ഷൻ എ 6 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത തിരുവിതാംകൂറിലെ അംഗങ്ങളുടെ എണ്ണം 6 പേരാണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന പേരിൽ ആദ്യമായി സമ്മേളിച്ചത്? ആൻസർ ഓപ്ഷൻ എ 1947 നവംബർ 17. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ സമ്മേളിച്ചത് 1947 നവംബർ 17-നാണ്. അടുത്തത് പാർലമെൻറ്റിൻ്റെ കോറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പാർലമെൻറ്റിൻ്റെ കോറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ഡി 100. 100-ാം അനുച്ഛേദമാണ് പാർലമെൻറ്റിൻ്റെ കോറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. അടുത്തത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി ഏത്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി. ആൻസർ SK ധർ കമ്മിറ്റി. SK ധർ കമ്മിറ്റിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി. അടുത്തത് പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 39A. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 39A. അടുത്തത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ. മൗലികാവകാശങ്ങളിലാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്ന്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്. ആൻസർ ഓപ്ഷൻ എ 1986 നവംബർ 19. 1986 നവംബർ 19-നാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്തത് പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ബി 49. അനുച്ഛേദം 49-ആണ് പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമായി അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത് എന്ന്. ആൻസർ ഓപ്ഷൻ എ നവംബർ 26. നവംബർ 26-നാണ് ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത്. അടുത്തത് പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം അതായത് വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം അല്ലെങ്കിൽ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 111. 111-ാം അനുച്ഛേദമാണ് പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരമായ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്നത്.
അടുത്തത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ബി 165. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 165 അനുച്ഛേദം. അടുത്തത് ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കുമെന്ന് പ്രതിപാദിക്കുന്നത്? ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കുമെന്ന് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 129. 129 അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കുമെന്ന് പ്രതിപാദിക്കുന്നത്. അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ആൻസർ ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്തത് സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 202. സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 202 അനുച്ഛേദം. അടുത്തത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് ഏത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത്. ആൻസർ ഓപ്ഷൻ എ മാൾഡ. മാൾഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത്. അടുത്തത് ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷമേത്? ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ എ 1968. 1968 ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ചത്. അടുത്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത്. അടുത്തത് ഹിന്ദിയുടെ പ്രചാരണം ഇന്ത്യൻ യൂണിയൻ്റെ ഉത്തരവാദിത്തമാകുന്ന അനുച്ഛേദമേത്? ഹിന്ദിയുടെ പ്രചാരണം ഇന്ത്യൻ യൂണിയൻ്റെ ഉത്തരവാദിത്തമാകുന്ന അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 351. 351 അനുച്ഛേദമാണ് ഹിന്ദിയുടെ പ്രചാരണം ഇന്ത്യൻ യൂണിയൻ്റെ ഉത്തരവാദിത്തമാകുന്നത്. അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 243 കെ. 243 കെ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്? ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നരസിംഹറാവു. നരസിംഹറാവു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്തത് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 12. 12 അനുച്ഛേദത്തിലാണ് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ എ 47. 47 അനുച്ഛേദമാണ് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. അടുത്തത് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷനാണ് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. അടുത്തത് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ സി 116. 116 അനുച്ഛേദമാണ് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അടുത്തത് ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അടുത്തത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത്? ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യത്തെ ഭേദഗതി ചേർത്തത്? ആൻസർ ഓപ്ഷൻ എ 9. ഭരണഘടനയുടെ 9ാമത്തെ പട്ടികയിലാണ് ആദ്യത്തെ ഭേദഗതി ചേർത്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കേരള PSC ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.
ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.